ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് തർക്കസംഗ്രഹ എന്ന ഗ്രന്ഥമാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഒരു ആമുഖം പറയാണ് ന്യായവൈശേഷികങ്ങളെ പറ്റിയിട്ട്. ഇതിനു വേണ്ടി റെഫർ ചെയ്യുന്ന പുസ്തകം എന്ന് പറയുന്നത് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറാണ്. നമുക്കറിയാം 6 ഭാരതീയ ദർശനങ്ങളിൽ 2 ദർശനങ്ങളാണ് ന്യായവും വൈശേഷികവും. The Nyaya and Vaisheshika form a closely connected pair. ന്യായശാസ്ത്രത്തിനും വൈശേഷിക ശാസ്ത്രത്തിനും വളരെ അടുത്ത ബന്ധമാണുള്ളത്. മുൻകാലങ്ങളിൽ ന്യായശാസ്ത്രം വൈശേഷിക ശാസ്ത്രം ഇങ്ങനെ രണ്ടായിട്ടാണ് അത് പഠിച്ചു വന്നിരുന്നതെങ്കിൽ ഒരു കാലഘട്ടം എത്തിയപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് പഠിക്കാൻ തുടങ്ങി. അതിന് കാരണം പല വിഷയങ്ങളിലും ഈ 2 ശാസ്ത്രത്തിനും ഒരേ അഭിപ്രായമാണ് ഉള്ളത് എന്നതാണ്. ബോത്ത് ലേ സ്ട്രെസ് ഓൺ മെത്തഡിക്കൽ റീസണിങ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ദ വേൾഡ് ഫ്രം ആറ്റംസ്. ഈ 2 ശാസ്ത്രങ്ങളിലും ന്യായശാസ്ത്രത്തിലും വൈശേഷിക ശാസ്ത്രത്തിലും ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി എന്ന് പറയുന്നത് പരമാണുവിൽ നിന്നാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായ ലോജിക്കലായ സയൻറ്റിഫിക്കായ ഒരു മെത്തേഡിലൂടെയാണ് ഈ ശാസ്ത്രങ്ങളിൽ നടക്കുന്നത്. അതായത് ലോജിക്കിന്, യുക്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ശാസ്ത്രങ്ങളാണ് ഇവ രണ്ടും എന്നർത്ഥം. എയിം അറ്റ് ദ സാൽവേഷൻ ഓഫ് ദ സോൾ. അതുപോലെ ഈ 2 ശാസ്ത്രങ്ങളും ആത്മാവിൻ്റെ സാൽവേഷൻ, മോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ മോക്ഷത്തിന് ലക്ഷ്യം വയ്ക്കുന്നു. നിശ്രേയ സാധികമഹ വിച്ച് ദേ സെഡ് ഈസ് അറ്റൈൻഡ് ത്രൂ തത്വജ്ഞാനം. തത്വജ്ഞാനത്തിലൂടെയാണ് ഈ നിശ്രേയ സാധികമം, മോക്ഷമുണ്ടാകുന്നത് എന്ന് ഈ ശാസ്ത്രങ്ങൾ പറയുന്നു. ധർമ്മവിശേഷപ്രസൂതാത് ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷ സമവായാനാം പദാർത്ഥാനാം സാധർമ്മ്യവൈധർമ്മ്യാഭ്യാം തത്വജ്ഞാനാൻ നിശ്രേയസാധിഗമഃ. വൈശേഷിക സൂത്രം. വൈശേഷിക സൂത്രത്തിൽ പറയുന്നു, ദ്രവ്യം ഗുണം കർമ്മം സാമാന്യം തുടങ്ങിയ പദാർത്ഥങ്ങളുടെ തത്വജ്ഞാനത്തിൽ നിന്ന് നിശ്രേയസാധിഗമം ഉണ്ടാകുന്നു, മോക്ഷമുണ്ടാകുന്നു എന്ന് പറയുന്നു. ന്യായസൂത്രത്തിൽ എന്താണ് പറയുന്നത്? നമുക്കറിയാം, ന്യായസൂത്രം എഴുതിയത് ഗൗതമ മഹർഷിയാണെങ്കിൽ വൈശേഷിക സൂത്രം എഴുതിയത് കണാദ മഹർഷിയാണ്. അപ്പം ന്യായസൂത്രത്തിൽ എന്താണ് പറയുന്നത്? പ്രമാണപ്രമേയ സംശയ പ്രയോജന സിദ്ധാന്ത ദൃഷ്ടാന്ത അവയവ തർക്ക നിർണയവാദജൽപ വിതണ്ഡ ഹേത്വാഭാസ ഛലജാതി നിഗ്രഹസ്ഥാനാനാം തത്വജ്ഞാനാത് നിശ്രേയസാധിഗമഃ. പ്രമാണം, പ്രമേയം, സംശയം, പ്രയോജനം തുടങ്ങിയിട്ടുള്ള 16 പദാർത്ഥങ്ങളുടെ തത്വജ്ഞാനത്തിൽ നിന്നുമാണ് നിശ്രേയസമുണ്ടാകുക എന്നാണ് ന്യായശാസ്ത്രത്തിൽ പറയുന്നത്. The Vaisheshika system is older than Nyaya Darshanam, and in fact the latter is only a development of the Vaisheshika Darshanam. അപ്പോൾ ഈ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ പറയുന്നത് വൈശേഷിക ദർശനമാണ് ന്യായദർശനത്തേക്കാൾ പഴയതായിട്ടുള്ളത്. ന്യായദർശനം എന്ന് പറയുന്നത് വൈശേഷിക ദർശനത്തിൻ്റെ തന്നെ ഒരു വികസനമാണ്, വികാസം വന്ന രൂപമാണെന്നാണ് പറയുന്നത്. Though the 2 systems developed separately, Udayanacharya of the 10th century AD wrote works on both systems, and Gangeshopadhyaya of the 12th century AD combined the 2 systems into one, and all later writers followed him. അപ്പോൾ ആദ്യകാലത്ത് ന്യായദർശനവും വൈശേഷിക ദർശനവും 2 വ്യത്യസ്ത ദർശനങ്ങളായിട്ടാണ് ഉണ്ടായി വന്നതെങ്കിലും AD 10ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഉദയനാചാര്യർ ഈ 2 ദർശനങ്ങളിലും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. AD 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗംഗേശോപാധ്യായനാകട്ടെ ഈ 2 ദർശനങ്ങളെയും ഒരുമിച്ച് ചേർത്തിട്ട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പിന്നീട് വന്ന ഗ്രന്ഥകാരന്മാർ ഈ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. അതായത് 2 ശാസ്ത്രത്തിനെയും ഒന്നായി കണക്കാക്കി പോരുകയാണ് ചെയ്തത്. The sage Kanadaha is the author of the Vaisheshika Sutras, which being
earlier than the sutras of Jaimini and Badarayana must have been composed before 500 BC. വൈശേഷിക സൂത്രങ്ങളുടെ രചയിതാവ് എന്ന് പറയുന്നത് കണാദ മഹർഷിയാണ്. ഈ വൈശേഷിക സൂത്രങ്ങൾ ജൈമിനി സൂത്രങ്ങളെക്കാൾ പഴയതാണ് അല്ലെങ്കിൽ മുൻപത്തേതാണ്. അതുപോലെ ബാദരായണ സൂത്രങ്ങളെക്കാൾ ബ്രഹ്മസൂത്രത്തെക്കാളും മുൻപുള്ളതാണ് എന്നാണ് പറയുന്നത് വൈശേഷിക സൂത്രങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ BC 500 മുൻപ് ഈ വൈശേഷിക സൂത്രങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കണാദ ഈസ് ഓൾസോ നോൺ ആസ് കണഭുക്, കണഭക്ഷ ആൻഡ് ഉലൂകഹ. ഈ കണാദ മഹർഷിയുടെ മറ്റ് പേരുകളാണ് കണഭുക്, കണഭക്ഷ, ഉലൂകഹ എന്നൊക്കെ. ദർ ഈസ് എ റെഫറൻസ് ടു സേജ് ഉലൂക ഇൻ ദ മഹാഭാരതം ഭീഷ്മപർവ. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ ഉലൂകൻ എന്നൊരു മഹർഷിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി വൈശേഷിക ടെക്സ്റ്റ്, വൈശേഷിക ദർശനത്തിലുണ്ടായി വന്ന ഗ്രന്ഥങ്ങളെ പറ്റിയിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞു കണാദ മഹർഷിയാണ് വൈശേഷിക സൂത്രം എഴുതിയത്. ആ വൈശേഷിക സൂത്രത്തിന് പ്രശസ്തപാദാചാര്യർ ഭാഷ്യം രചിച്ചു. പ്രശസ്തപാദ ഭാഷ്യം എന്നത് അറിയപ്പെട്ടു. മറ്റൊരു പേരും കൂടിയുണ്ട് ഇതിന്, പദാർത്ഥധർമ്മ സംഗ്രഹ എന്ന്. ഇത് 400 AD എഴുതിയിരിക്കുന്നത്. അതുപോലെ ജയനാരായണ ഭട്ടൻ എഴുതിയിട്ടുള്ള കണാദ സൂത്രവൃത്തിയുണ്ട്. ചന്ദ്രകാന്ത ഭട്ടൻ എഴുതിയിട്ടുള്ള വൈശേഷിക ഭാഷ്യമുണ്ട്. ഇനി പറയുന്നത് പ്രശസ്തപാദ ഭാഷ്യമെന്ന് പറഞ്ഞു. പ്രശസ്തപാദാചാര്യർ കണാദ സൂത്രത്തിന് എഴുതിയ ഭാഷ്യമാണ്. ഇതിൻ്റെ 4 വ്യാഖ്യാനങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് വ്യോമവതി, എഴുതിയത് വ്യോമശിഖാചാര്യനാണ്. കാലഘട്ടം AD 10-ാം നൂറ്റാണ്ട്. രണ്ടാമത്തേത് കിരണാവലി, എഴുതിയത് ഉദയനാചാര്യ. കാലഘട്ടം AD 10-ാം നൂറ്റാണ്ട്. മൂന്നാമത്തേത് ന്യായകന്ദളി, എഴുതിയത് ശ്രീധരാചാര്യനാണ്. കാലഘട്ടം AD 10-ാം നൂറ്റാണ്ട്. നാലാമത്തേത് ന്യായലീലാവതി, എഴുതിയത് വല്ലഭാചാര്യനാണ്. കാലഘട്ടം AD 11-ാം നൂറ്റാണ്ട്. ഇത്രയുമാണ് വൈശേഷിക ഗ്രന്ഥങ്ങളെപ്പറ്റി കുറച്ചായിട്ട് ഇവിടെ പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ പറയുന്നത്. ഇനി ന്യായ ടെക്സ്റ്റ്, ന്യായ ഗ്രന്ഥങ്ങളെപ്പറ്റി പറയാം. നമ്മൾ പറഞ്ഞു ന്യായസൂത്രം എഴുതിയത് ഗൗതമ മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് അക്ഷപാദ എന്നുള്ളത്. കാലഘട്ടം ഏകദേശം 400 BC ആണ്. ഇനി ന്യായസൂത്രത്തിന് ഗൗതമ മഹർഷിയുടെ ന്യായസൂത്രത്തിന് വാത്സ്യായനൻ എന്നറിയപ്പെടുന്ന ആചാര്യൻ എഴുതിയ ഭാഷ്യമുണ്ട്. ഈ വാത്സ്യായന ആചാര്യൻ്റെ മറ്റൊരു പേരാണ് പക്ഷിലസ്വാമി എന്നുള്ളത്. കാലഘട്ടം 2nd century AD. ഇനി ന്യായവാർത്തികം എഴുതിയത് ഭാരദ്വാജ ഉദ്യോതകരൻ എന്ന ആചാര്യനാണ്. കാലഘട്ടം AD 6th century. ഇനി ഈ ന്യായവാർത്തികത്തിന്, ഉദ്യോതകരൻ്റെ ന്യായവാർത്തികത്തിന് വാചസ്പതി മിശ്രൻ എഴുതിയ വ്യാഖ്യാനമാണ് ന്യായവാർത്തിക താത്പര്യ ടീക എന്നുള്ളത്. വാചസ്പതി മിശ്രൻ്റെ കാലഘട്ടമാണ് AD 9-ാം നൂറ്റാണ്ട്. വാചസ്പതി മിശ്ര ഈസ് ഓൾസോ ദ ഓഥർ ഓഫ് ന്യായസൂചി നിബന്ധ വിച്ച് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് ന്യായസൂത്രാസ്. വാചസ്പതി മിശ്രൻ ന്യായസൂചി നിബന്ധ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതൊരു ഇൻഡെക്സാണ്, ന്യായസൂത്രങ്ങളുടെ ഒരു ഇൻഡെക്സാണ്. ദ ഗ്രേറ്റ് ഉദയനാചാര്യ ഓഫ് ദ 10th century AD ഈസ് ദ ഓഥർ ഓഫ് മെനി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. ഉദയനാചാര്യർ നമ്മൾ പറഞ്ഞു കിരണാവലിയുടെ കർത്താവാണ്. പ്രശസ്തപാദ ഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയ ഉദയനാചാര്യർ, അദ്ദേഹം AD 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ എഴുതിയിട്ടുണ്ട്. കിരണാവലി ഓൺ പ്രശസ്തപാദ ഭാഷ്യം, പ്രശസ്തപാദ ഭാഷ്യത്തിന് ഉദയനാചാര്യർ എഴുതിയ വ്യാഖ്യാനമാണ് കിരണാവലി. താത്പര്യ പരിശുദ്ധി
ഓൺ വാചസ്പതി മിശ്രാസ് ന്യായവാർത്തിക താത്പര്യ ടീക. വാചസ്പതി മിശ്രൻ്റെ ന്യായവാർത്തിക താത്പര്യ ടീകയ്ക്ക് എഴുതിയ വ്യാഖ്യാനമാണ് താത്പര്യ പരിശുദ്ധി. ഇനി ന്യായ കുസുമാഞ്ജലി, ബെസ്റ്റ് ട്രീറ്റീസ് ഓൺ തീയിസം. ഉദയനാചാര്യർ എഴുതിയ ന്യായ കുസുമാഞ്ജലി എന്ന് പറയുന്നത് ഈശ്വരവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അടുത്തത് ഉദയനാചാര്യൻ്റെ തന്നെ മറ്റൊരു കൃതിയാണ് ആത്മതത്വ വിവേക, ഓൺ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സോൾ. ആത്മാവുണ്ട് എന്ന വിഷയത്തെ പറ്റി പറയുന്ന ഗ്രന്ഥമാണ് ആത്മതത്വ വിവേക. അടുത്തത് ന്യായപരിശിഷ്ടം, ലക്ഷണാവലി. അപ്പോൾ ഇതൊക്കെ ഉദയനാചാര്യരുടെ ഗ്രന്ഥമാണ്. ഏതൊക്കെയാണ്? കിരണാവലി, താത്പര്യ പരിശുദ്ധി, ന്യായകുസുമാഞ്ജലി, ആത്മതത്വ വിവേക, ന്യായപരിശിഷ്ടം, ലക്ഷണാവലി. In view of his great contributions to the Nyaya and Vaisheshika systems and to theism in particular, he was given the title Nyayacharya. അപ്പോൾ നേരത്തെ പറഞ്ഞു വൈശേഷിക സൂത്രത്തിന് ഭാഷ്യം എഴുതി പ്രശസ്തപാദാചാര്യർ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയ ഒരാളാണ് ഉദയനാചാര്യർ എന്ന് പറഞ്ഞു. കിരണാവലി എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. അപ്പോൾ വൈശേഷിക ദർശനത്തിലും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഉദയനാചാര്യർ. ഇപ്പോൾ പറഞ്ഞ ന്യായദർശനത്തിലും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ന്യായകുസുമാഞ്ജലി എന്നുള്ളത് ഈശ്വരനുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഈശ്വരവാദത്തെ പറ്റിയുള്ള ഗ്രന്ഥമാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത് കൊണ്ട് ഉദയനാചാര്യർ ന്യായാചാര്യ എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തൊരു ഗ്രന്ഥമാണ് ന്യായമഞ്ജരി. ഇത് എഴുതിയത് ജയന്തഭട്ട, ഏർലി 10th century AD ആണ് കാലഘട്ടം. ഇത് ന്യായശാസ്ത്രത്തിലെ ഒരു സ്വതന്ത്രമായിട്ടുള്ള കൃതിയാണ് ന്യായമഞ്ജരി എന്ന് പറയുന്നത് ജയന്തഭട്ടൻ്റെ. ഹി ഹാസ് കമൻറ്റഡ് ഓൺ എ ലാർജ് നമ്പർ ഓഫ് ന്യായസൂത്രാസ്. അപ്പോൾ ഈ ഒരു ഗ്രന്ഥത്തിൽ ന്യായമഞ്ജരിയിൽ ജയന്തഭട്ടൻ ഗൗതമൻ്റെ ന്യായസൂത്രങ്ങൾക്ക് ഒരുപാട് സൂത്രങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തൊരു കൃതിയാണ് ന്യായസാരഹ. അത് എഴുതിയത് ഭാസർവജ്ഞനാണ്. അപ്പോൾ ഈ ഭാസർവജ്ഞൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പ്രമാണങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് ചാർവാകൻ പ്രത്യക്ഷം എന്ന പ്രമാണത്തെ മാത്രം അംഗീകരിക്കുന്നു, ചാർവാകസ്താവദേകം എന്ന് പറയുന്നൊരു ശ്ലോകം നോക്കിയല്ലോ. അപ്പോൾ അവിടെ പറഞ്ഞു ഭാസർവജ്ഞൻ എത്ര പ്രമാണങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം 3 പ്രമാണങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഭാസർവജ്ഞൻ്റെ കൃതിയാണ് ന്യായസാരഹ. 10th century AD ആണ് കാലഘട്ടം. ഇത് ന്യായ സമ്പ്രദായത്തിലെ ഒരു സ്വതന്ത്ര കൃതിയാണ്. അദ്ദേഹം ഉപമാനം എന്ന പ്രമാണത്തെയാണ് സ്വീകരിക്കാത്തത്. അപ്പോൾ പ്രത്യക്ഷം, അനുമാനം, ശബ്ദം ഈ 3 പ്രമാണങ്ങളെ അംഗീകരിക്കുന്നു ന്യായാചാര്യനായിട്ടുള്ള അല്ലെങ്കിൽ ന്യായശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള ഈ ഭാസർവജ്ഞൻ എന്ന ആചാര്യൻ. The Vaisheshikas accept only 2, Pratyaksha and Anumana, while the Nayayikas accept 4 pramanas, Pratyaksham, Anumanam, Upamanam and Shabdaha. അത് നേരത്തെ ആ ശ്ലോകം നോക്കിയപ്പോൾ തന്നെ പറഞ്ഞതാണ്. വൈശേഷികർ പ്രത്യക്ഷം, അനുമാനം ഈ 2 പ്രമാണങ്ങളെ മാത്രമാണ് അംഗീകരിക്കുന്നത്. എന്നാൽ നൈയായികന്മാർ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദഹ എന്നീ 4 പ്രമാണങ്ങളെയും അംഗീകരിക്കുന്നു. ഇനി ഇവിടെ ഒരു കാര്യം പറയാണ്. The Saptapadarthi of Shivaditya of the 11th century AD is a manual on Vaisheshika system, while Tarkika Raksha of Varadaraja of the 12th century AD is a treatise on Nyaya system. അതായത് ശിവാദിത്യൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ AD 11ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് സപ്തപദാർത്ഥി. ഇത് വൈശേഷിക ദർശനത്തിലെ ഒരു പ്രകരണ ഗ്രന്ഥമാണ്. ഇനി AD 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വരദരാജൻ എന്ന് പറയുന്ന ആചാര്യൻ്റെ ഒരു ഗ്രന്ഥമാണ് താർക്കിക രക്ഷ. അത് ന്യായദർശനത്തിലുള്ള ഗ്രന്ഥമാണ് എന്ന് പറയുന്നു. ഇനി അടുത്തതായിട്ട് നവ്യന്യായ ടെക്സ്റ്റ്, നവ്യന്യായ ഗ്രന്ഥങ്ങളെപ്പറ്റി പറയാണ്. തത്വചിന്താമണി, ഗംഗേശോപാധ്യായ 1150 AD ജീവിച്ചിരുന്ന ഗംഗേശോപാധ്യായൻ്റെ തത്വചിന്താമണി എന്ന ഗ്രന്ഥം.
ഗേവ് സ്റ്റാർട്ട് ടു വാട്ട് ഈസ് നോൺ ആസ് നവ്യന്യായ ശാസ്ത്രം. നവ്യന്യായ ശാസ്ത്രം എന്ന് അറിയപ്പെടുന്ന, അതായത് ന്യായശാസ്ത്രം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു പുതിയ ശൈലിയെ കൈവരിക്കുകയുണ്ടായി. പുതിയ പുതിയ ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളെ കൂടുതൽ കൃത്യമായി അവതരിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു പുതിയ ശൈലിയെ പ്രാപിച്ചു. അപ്പോൾ ആ ശൈലിയെ കൂടി എന്താണ് പറയുക, നവ്യന്യായ ശാസ്ത്ര ശൈലി എന്ന് പറയാം. അപ്പോൾ നവ്യന്യായ ശാസ്ത്രത്തിന് തുടക്കം കുറിക്കുന്നത് ഗംഗേശോപാധ്യായൻ്റെ തത്വചിന്താമണി എന്ന ഗ്രന്ഥത്തോടു കൂടിയാണ്. ദ തത്വചിന്താമണി ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 chapters, ഈച്ച് ഡീലിംഗ് വിത്ത് 1 പ്രമാണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗംഗേശോപാധ്യായൻ തത്വചിന്താമണി എഴുതി. അപ്പോൾ അദ്ദേഹം വൈശേഷിക ദർശനത്തെയും ന്യായദർശനത്തെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് എഴുതിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ തത്വചിന്താമണിയിൽ 4 അധ്യായങ്ങളാണുള്ളത്. പ്രത്യക്ഷ ചിന്താമണി, അനുമാന ചിന്താമണി, ഉപമാന ചിന്താമണി, ശബ്ദചിന്താമണി. Commentaries on this work grew in succeeding centuries, and the Navyanyaya developed and flourished till about the end of the 17th century AD. അപ്പോൾ ഈ തത്വചിന്താമണിക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാന പരമ്പരകളെ കൊണ്ട് ഈ നവ്യന്യായം ശൈലി കൂടുതൽ വികസിക്കുകയും AD 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഈ നവ്യന്യായ ശാസ്ത്രത്തിന് വികാസം സംഭവിക്കുകയും ചെയ്തു. In a way, it eclipsed the earlier works like the Sutrabhashya and its commentaries. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഷ്യങ്ങൾ, സൂത്രത്തിൻ്റെ ഭാഷ്യം, ന്യായസൂത്രത്തിൻ്റെ ഭാഷ്യം, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്നുള്ള മുൻപ് ഗംഗേശോപാധ്യായന് മുൻപുണ്ടായിരുന്ന ആ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഒരു മങ്ങലേൽപ്പിച്ചുകൊണ്ട് കൂടുതൽ ശോഭയോടുകൂടി തത്വചിന്താമണി വന്നു എന്ന് പറയാം. അതായത് അത്രയധികം പ്രാധാന്യം തത്വചിന്താമണിക്ക് കിട്ടി, തത്വചിന്താമണി വ്യാഖ്യാനങ്ങൾക്കും കിട്ടി എന്നാണ് പറയുന്നത്. Among the many commentaries on Tattva-Chintamani written by many eminent authors like Jayadeva, otherwise called Pakshadhara Mishra of the 13th century AD, Vasudeva Sarvabhauma of the 15th century, and others, the commentary called Didhiti written by Raghunatha Shiromani of the 16th century AD is the most popular and important. അപ്പോൾ തത്വചിന്താമണിക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷധര മിശ്രൻ അഥവാ ജയദേവൻ എന്നറിയപ്പെടുന്ന ഒരു ആചാര്യനുണ്ടായിരുന്നു. AD 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, അതുപോലെ AD 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വാസുദേവ സാർവഭൗമൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ തത്വചിന്താമണിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും AD 16-ാം നൂറ്റാണ്ടിലെ രഘുനാഥ ശിരോമണി എന്ന ആചാര്യൻ എഴുതിയ ദീധിതി എന്ന വ്യാഖ്യാനമാണ് വളരെ പ്രചാരത്തിലുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്നതും. അപ്പോൾ തത്വചിന്താമണി എന്നുള്ള ഗ്രന്ഥം ഗംഗേശോപാധ്യായൻ്റെയാണ്. അതിന് രഘുനാഥ ശിരോമണി എഴുതിയിട്ടുള്ള വ്യാഖ്യാനമാണ് ദീധിതി. ഈ ദീധിതി എന്ന് പറയുന്ന വ്യാഖ്യാനത്തിന് ഗദാധര ഭട്ടാചാര്യൻ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഗാദാധരി എന്നറിയപ്പെടുന്നു. അതുപോലെ ജഗദീശൻ എന്ന് പറയുന്ന ആചാര്യനും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ദീധിതിക്ക്. അത് ജാഗദീശി എന്നറിയപ്പെടുന്നു. ഗദാധര ഭട്ടാചാര്യനും ജഗദീശ ആചാര്യനും ജഗദീശ തർക്കാലങ്കാര എന്ന ആചാര്യനും AD 17-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. ഇവരുടെ വ്യാഖ്യാനമാണ് പിന്നീട് വളരെ പ്രചാരത്തിലുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ട് അറിയപ്പെട്ടത്. അപ്പോൾ തത്വചിന്താമണി, അതിന് ദീധിതി, ആ ദീധിതിക്ക് ഗദാധര ഭട്ടാചാര്യൻ്റെ വ്യാഖ്യാനം, ജഗദീശ തർക്കാലങ്കാരൻ്റെ വ്യാഖ്യാനം. It is said that one cannot be called a Pandita if he had not studied at least a portion of Gadadhari. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരാളെ പണ്ഡിതൻ എന്ന് വിളിക്കണമെങ്കിൽ ഗാദാധരിയുടെ, അതായത് ഗദാധരൻ്റെ കൃതികളെയാണ് ഗാദാധരി എന്ന് പറയുന്നത്, ഗാദാധരിയുടെ
ചെറിയൊരു ഭാഗമെങ്കിലും പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. Again, Jagadisha and Gadadhara have written 2 independent works, Shabdabodha called Shabdashakti Prakashika and Vyutpattivadaha respectively. ജഗദീശ ആചാര്യനും ഗദാധര ഭട്ടാചാര്യനും ശാബ്ദബോധം എന്ന വിഷയത്തിൽ സ്വതന്ത്രമായിട്ടുള്ള കൃതികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശബ്ദശക്തി പ്രകാശിക എന്ന ഗ്രന്ഥം ജഗദീശ ഭട്ടാചാര്യർ എഴുതി, വ്യുത്പത്തിവാദഃ എന്ന ഗ്രന്ഥം ഗദാധര ഭട്ടാചാര്യർ എഴുതി. വ്യുത്പത്തിവാദഃ ഈസ് സോ യൂസ്ഫുൾ ആൻഡ് പോപ്പുലർ ദാറ്റ് വൈയാകരണാസ്, മീമാംസകാസ് ആൻഡ് വേദാന്തിൻസ് സ്റ്റഡി ദാറ്റ് വർക്ക്. വ്യുത്പത്തിവാദം എന്ന് പറയുന്ന ഗ്രന്ഥം വൈയാകരണന്മാരും മീമാംസകരും വേദാന്തികളും ഒക്കെ പഠിക്കുന്ന, അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഗ്രന്ഥമാണ്. Side by side with these commentaries on Tattva Chintamani and Dithidi were written many independent treatises useful for the beginners to get a grasp of the Nyaya and Vaisheshika systems. Nyaya Kalika, Lakshanavali, Saptapadarthi, Tarka Bhasha, Tarka Kaumudi, Tarkamratam, Tarka Sangraha and Deepika are some of them. അപ്പോൾ തത്വചിന്താമണി ഉണ്ടായി, അതിന് ദീധിതി എന്ന വ്യാഖ്യാനമുണ്ടായി, അതിലുപരി വ്യാഖ്യാനങ്ങളുണ്ടായി. അങ്ങനെ ഒരു ഗ്രന്ഥപരമ്പര ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ന്യായവൈശേഷിക സമ്പ്രദായങ്ങളെ മനസ്സിലാക്കി തരുന്ന, അതായത് ഈ ഒരു ശാസ്ത്രത്തെ പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. അതിനുദാഹരണങ്ങളാണ് ന്യായകലിക, ലക്ഷണാവലി, സപ്തപദാർത്ഥി, തർക്കഭാഷ, തർക്കകൗമുദി, തർക്കാമൃതം, തർക്കസംഗ്രഹ, ദീപിക ഇതൊക്കെ. Among these, the Tarkasangraha with the author's own commentary Deepika by Annambhatta of the 17th century is the most useful and popular textbook for beginners. അപ്പോൾ ഈ പറഞ്ഞതിൽ തർക്കസംഗ്രഹം എന്ന കൃതിയുണ്ട്. അത് AD 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അന്നംഭട്ടൻ എഴുതിയ കൃതിയാണ്. അദ്ദേഹം തന്നെ അതിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ദീപിക. ഇത് ന്യായശാസ്ത്രം പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്, വളരെ പ്രചാരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ്. The next popular and more elaborate treatise is the Bhasha Parichhedaha of Vishwanatha Panchananaha of the same period. ഇനി മറ്റൊരു പ്രചാരത്തിലിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിശ്വനാഥ പഞ്ചാനനൻ്റെ ഭാഷാ പരിച്ഛേദം. അദ്ദേഹവും 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. ദിസ് വർക്ക് ഈസ് ഓൾസോ നോൺ ആസ് കാരികാവലി, to which the author himself has written a commentary called സിദ്ധാന്ത മുക്താവലി. ഈ ഭാഷാപരിച്ഛേദം, വിശ്വനാഥ പഞ്ചാനനൻ്റെ ഭാഷാപരിച്ഛേദം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേരാണ് കാരികാവലി എന്നുള്ളത്. ഈ കാരികാവലിക്ക് അദ്ദേഹം തന്നെ സ്വയം, വിശ്വനാഥ പഞ്ചാനനൻ, ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സിദ്ധാന്ത മുക്താവലി. With its commentaries called Dinakari, Ramarudri, etc., it has become a standard പ്രകരണ ഗ്രന്ഥ. അപ്പോൾ ഈ സിദ്ധാന്ത മുക്താവലിക്ക് വ്യാഖ്യാനങ്ങളുണ്ടായി. അവയുടെ പേരാണ് ദിനകരി, രാമരുദ്രി. അപ്പോൾ ഇങ്ങനെ ഈ വ്യാഖ്യാനങ്ങളോടുകൂടി ഈ സിദ്ധാന്ത മുക്താവലി ഒരു വളരെ നല്ല ഒരു പ്രകരണ ഗ്രന്ഥമായിട്ട് ഉപകാരപ്പെടുന്നു എന്ന് പറയുന്നു. ഇത്രയുമാണ് ഒരു ആമുഖമായിട്ട് പറയുന്നത്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എന്ന ഗ്രന്ഥമാണ് റെഫർ ചെയ്തിരിക്കുന്നത്. നമുക്ക് തർക്കസംഗ്രഹത്തിലേക്ക് കടക്കാം. നമസ്കാരം.